എല്ലാവർക്കും MJC ചാനലിന്റെയും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഇപ്പൊ സ്കൂളൊക്കെ തുറക്കാൻ പോയില്ലേ, അപ്പോൾ അതിന്റെ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു ഡേ ആണ് ഇന്നത്തെ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് പറയാവുന്നതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾക്കിപ്പോൾ ആദ്യം സ്റ്റിച്ചിങ് സെൻറ്ററിലാണ് നമ്മൾ പോകുന്നത്. കാരണം കുറേ മേടിച്ച ഡ്രസ്സും ഒക്കെ ഒന്ന് ഓൾട്ടർ ചെയ്യാനും അത് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം അവിടെയാണ് പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ സ്കൂളിലത്തെ ഓരോ സംഭവങ്ങൾ മേടിക്കാനും ഒക്കെ പോകണം. അപ്പോൾ ആദ്യം അങ്ങോട്ടാണ് പോകുന്നത്. അത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു സ്റ്റിച്ചിങ് സെൻറ്ററിലാണ് നമ്മൾ സ്ഥിരം കൊടുക്കാറ്. ഇത് ഞാൻ കുറച്ച് നാൾ മുമ്പ് മീഷോയിൽ നിന്ന് എടുത്ത ഒരു ഡ്രസ്സാണ്. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്യാനുണ്ട്. പിന്നെ ഇത് അമ്മയുടെ കുറച്ച് ചുരിദാർ മെറ്റീരിയൽ അന്ന് ഈദിനെടുത്തതൊക്കെ. ഇത് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് എടുത്ത ഒരു വൈറ്റ് ഒരു ടോപ്പാണ്. അപ്പം അത് ഓൾട്ടർ ചെയ്യാനുണ്ട്. വൈറ്റും ബ്ലാക്കും. ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പാറ്റേൺ വന്നിട്ട് പ്രത്യേക ഇതാ അതാ ഇങ്ങനെ. ഇത് എവിടെ വരും? ഇത് ഇങ്ങനെയാണ് വരുന്നത്. എല്ലാം തിരി പോട്ടല്ല നോക്കുന്നില്ലല്ലോ. ഇതിനൊക്കെ നമുക്ക് അപ്പോൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തത് അന്ന് നമ്മൾ ഈദിൻ്റെ വീഡിയോയിൽ കുറച്ച് ഡ്രസ്സ് അമ്മയ്ക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു 3 ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു. പിന്നെ എൻ്റെ കൊടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ മീഷോയിൽ നിന്ന് ഇടയ്ക്ക് മേടിച്ച് ഒരു പാൻറ് പോലത്തെയും പിന്നെ ഒരു ഡ്രസ്സും മേടിച്ചായിരുന്നു. അപ്പോൾ അത് ഇത്തിരി ലൂസാണ്. അപ്പോൾ അത് ഓൾട്ടർ ചെയ്യാനാണ് കൊടുത്തത്. പിന്നെ ഒരു ടോപ്പ് എവിടുന്നോ എടുത്തൊരു ടോപ്പും കൂടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളിപ്പോൾ സംസമിൽ ഫുഡ് കഴിക്കാനായിട്ട് വന്നു. ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചില്ലെങ്കിൽ ബാക്കി മേടിച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോകണമെങ്കിൽ നല്ല ലേറ്റ് ആവും. അപ്പോൾ നമ്മളൊരു ഹാഫ് ഷവായും കുബൂസും ഒക്കെ പറഞ്ഞു. അപ്പോൾ ഇനി കഴിച്ചിട്ട് വേണം ഇനിയും പോവാൻ. അപ്പം നമ്മളിപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങി. ഇനി നമ്മുടെ ലാപ്ടോപ്പ് കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പം വേറെ ഒരെണ്ണം മേടിക്കണം. അപ്പം അതിനു വേണ്ടി നമ്മൾ ഒരു ഷോപ്പിൽ പോവുകയാണ്. ഇവരുടെ ഇങ്ങനെ ഒരു ബ്രോഷർ പോലെ തരും. അപ്പം നമ്മുടെ നീഡ് അനുസരിച്ച് നമ്മൾ തന്നെ സെലക്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ഇവർ തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്യാമെന്ന് തീരുമാനത്തിൽ എത്തി കഴിയുമ്പോഴാണ് ഇവരത് പാക്കറ്റ് പൊട്ടിച്ച് എടുത്ത് നമ്മളെ കാണിച്ചു തരുന്നത്. അല്ലാതെ എല്ലാം അങ്ങനെ ഡിസ്പ്ലേ ആയിട്ട് പുറത്തങ്ങനെ വെച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ലെനോവയുടെ ഒരു ലാപ്പാണ് എടുത്തത്. 3000 കൂടെ പേ ചെയ്താൽ 2 ഇയർ എക്സ്ട്രാ വാറൻറ്റിയും കൂടെ കിട്ടും. കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ബാഗുണ്ട്. പിന്നെ നമ്മൾ ഒരു വയർലെസ് മൗസും കൂടെ അതിൻ്റെ കൂടെ മേടിച്ച്. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും ഒരു സ്റ്റിച്ചിങ് സെൻറ്ററിലോട്ട് തന്നെയാണ് പോകുന്നത്. അതെന്താന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഞാൻ ഒരു ജീൻസ് എടുത്തായിരുന്നു, 2 ജീൻസ്. പക്ഷേ അത് ആ ടൈമിൽ അവിടെ കുറച്ച് സൈസ് കൂടിയതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് ഇഷ്ടപ്പെട്ട കാരണം അത് എടുത്തു. പിന്നെ എങ്ങനെയും ഓൾട്ടർ ചെയ്യാമെന്ന് ചോദിച്ചത്. അപ്പോൾ ജീൻസ് ആൻഡ് നോർമൽ സ്റ്റിച്ചിങ് സെൻറ്ററിൽ അവർ ചെയ്ത് തരത്തില്ല, ഇത്രയും കട്ടിയുള്ള കാരണം. അപ്പോൾ അത് വേറൊരു സ്ഥലത്ത് ഇത് ചെയ്യുന്നിടത്ത് കൊടുക്കാനുണ്ട്. അത് കുറേ നാളായി മേടിച്ചിട്ട്, 1 വർഷത്തോളമായി. അപ്പോൾ അത് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ ഈ സ്റ്റിച്ചിങ് സെക്ഷനൊക്കെ കഴിയും. അവസാനം നമ്മളിപ്പോൾ ആറ്റിയാൽ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ അകത്ത് പോയി നോക്കി, അതിൻ്റെ പുറത്ത് വന്ന് നോക്കി. ലാസ്റ്റ് ഇപ്പം തിരിച്ച് ഇവിടെ കടയില്ല എന്ന് വിചാരിച്ച് പോകുന്ന ടൈമിൽ നമ്മൾ സൈഡിൽ കട കണ്ടു. അപ്പോൾ എന്താണെങ്കിലും നമുക്കിനി അവിടെ ചോദിച്ചു നോക്കാം. ഇവിടെയും ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. എനിക്ക് ടച്ച് ഇടാൻ പക്ഷെ ഭയങ്കര വൃത്തികേടായിരിക്കും. നമുക്ക് ഇങ്ങനെ ക്രോപ്പ് ടോപ്പോ അങ്ങനത്തെ ഒന്നും കൂടെ ഇടാൻ പറ്റില്ല. അങ്ങനെ ടക്കിട്ട എടുത്തതാണ്. ഇത് ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കാരണം എൻ്റെ വേസ്റ്റ് ലെങ്ത്തും അതിൻ്റെ വേസ്റ്റ് ലെങ്ത്തും കൂടെ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പം ഈ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ ഈ ജീൻസ് ആദ്യം തൊട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണ പോലെ ചെയ്യേണ്ടി വരും. അപ്പം അത് കാരണം പിന്നെ അല്ലാതെ വെറുതെ നേരത്തെ പറഞ്ഞ പോലെ ടക്കടിക്കുവാണെങ്കിൽ ഭയങ്കര വൃത്തികേടുമായിരിക്കും കാണാനായിട്ട്. അപ്പം അത് കാരണം ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല. ആ ജീൻസ് അവിടെ തന്നെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല ഒന്നും. അത് അവിടെ തന്നെ മേടിച്ചപ്പോൾ തൊട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ബാഗ് സാധനങ്ങൾ സ്കൂളിലോട്ടുള്ള ഇതൊക്കെ മേടിക്കണം.
നമ്മൾ സ്കൂൾ ഷൂ മേടിക്കാനായിട്ട് വന്നതാണ്. ഇത് നമ്മൾ സ്ഥിരം പറഞ്ഞതാണ് കടയാണ്, പാളയത്തെ. എപ്പോഴും നമ്മൾ സ്കൂൾ ടൈമിൽ സ്കൂൾ ഷൂ ഒക്കെ പിന്നെ ചെരുപ്പ് എല്ലാം മേടിക്കണം ഇവിടെ നിന്ന് തന്നെ. സ്കൂൾ ഷൂ മാത്രമല്ല, അമ്മയ്ക്ക് ചെരുപ്പും മേടിക്കണം. അപ്പം ഗ്രിപ്പുള്ള ചെരുപ്പ് വേണം, ഇല്ലെങ്കിൽ വേറെ ഒന്നും മേടിക്കാൻ. ഗ്രിപ്പുള്ള ചെരുപ്പ് ഇവിടെയാണ് നല്ലത്. ഇതാ ലുക്ക്. സ്കൂൾ ഷൂ മേടിക്കണമെങ്കിൽ ഭയങ്കര ടാസ്ക്കാണ്. ലെങ്ത്ത് കിട്ടണമെങ്കിൽ സൈസ് കൂടണം, പക്ഷേ സൈസ് കൂടിയാൽ സൈഡ് ലൂസാവും. വാവ്. അമ്മയ്ക്ക് വന്ന് കിളവികൾ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ചെരുപ്പൊക്കെയാണ് അമ്മയ്ക്ക് ഇഷ്ടം. കംഫർട്ടബിൾ ആണെന്ന്, കംഫർട്ടബിൾ. അങ്ങനെ അവസാനം ഞാൻ എൻ്റെ ഷൂവിൻ്റെ സൈസ് കണ്ടുപിടിച്ചിരിക്കുന്നു. അമ്മ ഇവിടെ അമ്മയുടെ ചെരുപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ചെരുപ്പ് അമ്മ ഇതുവരെ ഉപേക്ഷിച്ചിട്ടില്ല, വേറെ ഒന്നും നോക്കുന്നുണ്ട്. ആ നോക്കിയത് എവിടെ ഇപ്പോൾ പറഞ്ഞു? അവിടെ അത് അല്ല, ഇത് എനിക്കിനി ഞാൻ ഇട്ടിരിക്കുന്ന ഇപ്പോഴത്തെ പോലത്തെ ഒരു ഷൂവും കൂടെ നോക്കണം. കാരണം ഒരു സ്ഥലത്ത് പോകുമ്പം എൻ്റെ ഒരു ഷൂ ഫുള്ള് കുളമായിട്ട്, ഒരു ദിവസം മഴയത്ത് പോയി കുളമായിട്ട് കിടക്കുകയാണ്. അത് കാരണം അതേ കണക്ക് വേറെ ഒന്നും കൂടെ വേണം. അപ്പം ഞാൻ ഈ ഷൂവും കൂടെ എടുത്ത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഷൂ ഇല്ല എന്ന്. അപ്പോൾ ഈ ഷൂവും കൂടെ എടുത്ത്, അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇവിടെ കണ്ട തിളക്കം. അപ്പോൾ അത് ഇവിടെ തന്നെ മാറ്റി തരുമെന്ന് പറഞ്ഞു. ബാക്കി ഷൂ സെറ്റാണ്, താഴെ ഫുള്ള് നല്ല ഗ്രിപ്പൊക്കെ ഉണ്ട്. ഇത് ഇപ്പോൾ ഒരു ജീൻസ് പോലത്തെ ഇതാണ് വരുന്നത്, പക്ഷേ ജീൻസ് മെറ്റീരിയലല്ല, ഇത് സിന്തറ്റിക്കാണ്. അപ്പോൾ അതിൽ വെള്ളം അങ്ങോട്ട് ഇറങ്ങത്തില്ല. കൊള്ളാം, സെറ്റ്. ഇപ്പോൾ ഇരുന്ന ഷൂവിൽ ചെടി കളയാനായിട്ടൊരു ട്രിക്കും പറഞ്ഞു തന്നു. റിമൂവർ ഇട്ടാൽ മതി. ഇനി വീട്ടിൽ പോയിട്ട് വേണം അതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ. അപ്പോൾ എനിക്ക് 2 ഷൂ എടുത്ത്, അമ്മയ്ക്ക് 2 ചെരുപ്പും എടുത്ത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ഇറങ്ങുക. ഇനി അടുത്ത ലുലുവിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ലുലുവിലെത്തി. ഇനി നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ല, ഉച്ചയ്ക്ക് കഴിച്ചിട്ട് പിന്നൊന്നും കഴിച്ചില്ല. അപ്പോൾ ആദ്യം ഫുഡ് കോർട്ടിൽ പോയി ഫുഡ് കഴിച്ചിട്ട് ബാഗ് ഇതൊക്കെ മേടിക്കാനായിട്ട് പോകും. അപ്പോൾ നമ്മൾ പാർക്ക് ചെയ്തു, 4E പാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് പോവാം. എന്താ പറയാ, ഏത് പറ? 2 ബ്ലൂ ലെമണേഡ് പറഞ്ഞാൽ മതി. ഓ മതി. അപ്പം നമ്മളിപ്പോൾ ചിക്കിങ്ങിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തു. അപ്പോൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇത് കഴിഞ്ഞ് വേണം നമുക്ക് ബാഗിൻ്റെ ഇതൊക്കെ നോക്കാൻ. അപ്പോൾ ഇവിടെ എന്തോ ഓഫർ ഉണ്ടെന്ന് ഫേസ്ബുക്കിൽ എന്തോ അമ്മ കണ്ടു. അപ്പോൾ അത് കണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഇല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും മേടിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ഡൗട്ട്, ട്രിവാൻഡ്രം ലുലുവിലാണോ കൊച്ചി ലുലുവിലാണോ ഓഫർ? അത് കാരണം ഇവിടെ ഒന്നും കണ്ടില്ല. അത് ഹൈപ്പർ മാർക്കറ്റിനകത്ത് ഒരു പിടിയില്ല. ഇവിടെ ഒന്നും കണ്ടില്ല. മറ്റേ പുറത്തിങ്ങനെ വെക്കുമായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഒന്നും കണ്ടില്ല. ഇനി വേറെ വല്ല സൈഡിലാണോ എന്ന് അറിയില്ല. ഇവിടുത്തെ ഫുഡ് കോർട്ടിലെ വസന്തഭവന്റെ റിവ്യൂ ആണ് ഇപ്പോൾ അച്ഛ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ഫ്ലോറിലോട്ട് പോയിട്ട് ഇനി ബാക്ക് ടു സ്കൂൾ ഓഫർ എവിടെയെന്ന് നമുക്ക് തപ്പണം. ആരോടെയും ചോദിക്കാന്ന് വിചാരിച്ചു. നമ്മൾ എത്രയെന്ന് പറഞ്ഞാൽ തപ്പാൻ അല്ലേ. അമ്മ എന്തിനാണെങ്കിലും പറഞ്ഞത് ഇവിടെ തിരുവനന്തപുരം ലുലു തന്നെയായിരുന്നു ഇവിടെ എത്തിയത്. നമ്മൾ ഹൈപ്പർ മാർക്കറ്റിന്റെ ഫ്രണ്ടിലായിട്ടാണ് ഈ ബാക്ക് ടു സ്കൂൾ. ഇത് ഫുള്ള് മറ്റേ പെൻസിൽ സെറ്റ് അങ്ങനത്തെ സാധനങ്ങളാണ്. എന്തൊക്കെയോ സാധനങ്ങൾ. ഇതാണ് നമ്മൾ നോക്കണം. അങ്ങനെയൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഇത് കണക്കുള്ള ബ്ലാക്ക് ആയിരുന്നു. അമേരിക്കൻ ടൂറിസ്റ്ററിൻ്റെ എന്തോ അത് കീറി. അതാണ് 1 വർഷം കൊണ്ട് തന്നെ കീറി. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ വേറെ മേടിക്കണം. ഇല്ലെങ്കിൽ അത് തന്നെ യൂസ് ആക്കിയേനെ.
ഇവിടെ ഒരു ബാഗ് നമ്മൾ കണ്ട സഫാരിയുടെ ഒരു ബാഗ്. ഇത് കാണാൻ വലിയ ലുക്കൊന്നുമില്ല, പക്ഷെ നല്ല സ്പേസ് ഉണ്ട്, എല്ലാം ഇരിക്കും. വേറെയും കൂടെ നോക്കാം, എന്നിട്ട് ലാസ്റ്റ് തീരുമാനിക്കും. അതിൻ്റെ വേറെ കളറാണിത്, ഇത് അതിൻ്റെ ബ്ലൂ ആണ്. നോക്കാം. ഈ പച്ചയും കൊള്ളാം. പച്ചയിൽ ലൈക്ക് ഇങ്ങനെ ഒരു നെറ്റ് പോലെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. പച്ചയിൽ അങ്ങനെയില്ല, അത് തന്നെ ഒരു അറ കണക്കാണ്. അപ്പോൾ അവിടെ നമുക്ക് വെക്കാം. അത് രണ്ടും നോക്കട്ടെ, എന്നിട്ട് വേറെ നോക്കാം. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം യൂസ് ചെയ്ത പോലെ തന്നെ ഫുള്ള് ബ്ലാക്ക് ആണ്, പക്ഷേ വൈൽഡ് ക്രാഫ്റ്റിൻ്റെയാണ്. സ്പേസ് കുറവാണെന്ന് തോന്നുന്നു. സിബ് എന്തോ മൂന്നെണ്ണം ഉണ്ട്. ഈ വലിപ്പം മതിയാവോ? ഇവിടെ ഈ വലിപ്പം മതിയോ? നേരത്തെ കാണിച്ചതെന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പ് ബാഗാണ്, അപ്പോൾ അധികം സ്പേസ് തരില്ല. പിന്നെ സ്കൈ ബാഗിൻ്റെ ഉണ്ട്, പക്ഷേ അതിന് കളർ അതിങ്ങനെ ഫുള്ള് ലൈറ്റ് ഷെയ്ഡ്, അപ്പോൾ പെട്ടെന്ന് ചെളിയാവും. പിന്നെ ഉള്ളത് ഇതാണ്, ഇത് അമേരിക്കൻ ടൂറിസ്റ്ററിൻ്റെ ആണ്. പക്ഷെ നമ്മൾ ലാസ്റ്റ് കാണിച്ച ആ ഒരു ഗ്രേയോ ബ്ലാക്കോ അതുപോലെ പറഞ്ഞതാണ്. അതിലാകുമ്പോൾ നല്ല സ്പേസും ഉണ്ട്. ഇപ്പോൾ പൗച്ച് നോക്കാണ്, ഇതിൻ്റെ ഇടയിൽ പൗച്ച് ഉണ്ടെന്നാണ് തോന്നുന്നത്. തപ്പി എടുക്കണം, അതോ ഇനി സെപ്പറേറ്റ് ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ നമ്മൾ വാട്ടർ ബോട്ടിലൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ഒന്നും ഇല്ല, പൗച്ചൊന്നും അങ്ങനത്തെ ഇല്ല. അപ്പോൾ ഇതിന് വാറൻറ്റി ഉണ്ട്, അപ്പോൾ അതിൻ്റെ വാറൻറ്റി കാർഡ് അവർ എഴുതി തരികയാണ്. ഈ ബാക്ക് ടു സ്കൂളിൻ്റെ ഇത് ബാഗിനാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് ഇപ്പോൾ ഇന്ന് തന്നെ നമ്മൾ മേടിച്ചപ്പോൾ അമേരിക്കൻ ടൂറിസ്റ്റിൻ്റെ 3199 വരുന്ന ബാഗ് നമുക്ക് 1500 സംതിങ്ങിന് കിട്ടി. അപ്പോൾ ബാഗിനാണ് നല്ലത്. വീണ്ടും ഇവിടുന്ന് തന്നെ ഡിന്നർ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിപ്പോൾ ഊട്ടുപുരയിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിപ്പോൾ ഓണിയൻ ഊത്തപ്പം, എനിക്ക് അമ്മയ്ക്ക് ഓരോ ഓണിയൻ ഊത്തപ്പം വെച്ച് പറഞ്ഞു. പിന്നെ ഇനി ഹെവി ആയിട്ടൊന്നും വയ്യാതെ, കാരണം 2 ബ്ലാക്ക് ടീയും ചായ പറയാൻ ഞാൻ മതിയായിരുന്നു. ഇവിടുന്ന് ഓണിയൻ ഊത്തപ്പം കഴിച്ചിട്ട് അവിടെ നിന്ന് ചായ പറയാം. അയ്യോ ടാസ്ക്, രണ്ടും കിട്ടാൻ നല്ല ടൈം എടുക്കും. എന്തോ അവിടെ നിന്ന് ഒരു ടൈമില്ല, അവിടെ ചായ മാത്രം. ഒരാൾക്ക് തന്നെ 4 എണ്ണമാണ് ഇതാണ് പീസ് പറഞ്ഞത്. ഞാൻ വിചാരിച്ചു 2 പേർക്കും കൂടെ ചേർത്താണ്, ഒരാൾക്കാണത്. അപ്പം നല്ല ഹെവി ആവും, ക്വാണ്ടിറ്റി കൂടുതലാണ്. ഈ ബാക്ക് ടു സ്കൂളിൻ്റെ ഇതിൽ പൗച്ച്, വാട്ടർ ബോട്ടിൽ, പിന്നെ കുട, അതൊക്കെ ഈ കൂടുതലുള്ളത് ഈ കൊച്ചു പിള്ളേർക്ക് പറ്റിയ ടൈപ്പാണ്. അപ്പം അതിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ തപ്പി കണ്ടുപിടിച്ചെടുക്കണം. കുറവാണെന്ന് തന്നെ പറയാം, ഒരു ടീനേജ് ആ ഒരു ഇതിന് വേണ്ടിയുള്ള ടൈപ്പ് സംഭവങ്ങളൊക്കെ കുറവാണ്. അപ്പം ബാഗിനാണ് ഇവിടെ നല്ലത്. പിന്നെ ഈ പേന, പെൻസില് അങ്ങനത്തേൻ്റെയൊക്കെ സെറ്റിന് ഓഫറുണ്ട്, അതിനും ഓഫറുണ്ട്. പൗച്ച് കുടയ്ക്കും ഓഫറുണ്ടെന്നാണ് തോന്നുന്നത്, പക്ഷേ അതിൽ ഇതേ കണക്ക് കൊച്ചു പിള്ളേരുടെയാണ് ഉള്ളത്. അപ്പോൾ ബാഗിനാണ് ഏറ്റവും നല്ലത് സത്യം പറഞ്ഞാൽ. അപ്പം നമ്മളിപ്പോൾ ഫുള്ള് പർച്ചേസൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാനുള്ള ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയി കാണാം, അതുവരേക്കും ബൈ.